ചൈനയ്ക്കും ഫിലിപ്പീൻസിനും മധ്യേ ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീൽ നേരത്തെ തന്നെ അവർ സൈൻ ചെയ്തിരുന്നതാണ്. 2021 രണ്ട് രാജ്യങ്ങളും ഈ മിസൈലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏർപ്പെട്ടത്. ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് ഫിലിപ്പീൻസിന് ഒരു ബ്രഹ്മാസ്ത്രമാണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയാം. ഫിലിപ്പീൻസ് എന്ന ഒരു ദ്വീപ് രാജ്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ചൈനയുടെ സൗത്ത് ചൈന കടലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണിത്. ചൈനയാണെങ്കിൽ 90% സൗത്ത് ചൈന കടലും അവരുടേതാണെന്നും പറഞ്ഞ് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, തായ്വാൻ എന്നീ രാജ്യങ്ങളുമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈൽ ഇന്ത്യയുടെ പക്കൽ നിന്നും വാങ്ങണം, ചൈനയെ ഒതുക്കണമെന്ന തീരുമാനമെടുക്കുന്നത്. ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട കരാറിൽ നേരത്തെ തന്നെ സൈൻ ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഇതിന്റെ ഡെലിവറി ഈ ആഴ്ചയുണ്ടാകുമെന്ന അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. 2024 ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് പുതിയ വർഷം, പുതിയ മാറ്റങ്ങൾ. അതുപോലെ തന്നെ ചൈനയെ ഒതുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വർഷമായിരിക്കുമെന്ന് ഫിലിപ്പീൻസിലെ നിരവധി മേധാവികൾ സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാം ഓക്കെ, ഫിലിപ്പീൻസിന് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ആവശ്യകത എന്താണ്? ഫിലിപ്പീൻസും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താണ്? അതുമാത്രമല്ല, ഈ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിന് ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് ആഗോളതലത്തിൽ നമ്മുടെ മിസൈൽ മാർക്കറ്റ് റേഞ്ച് എങ്ങനെ ഉയരാൻ പോകുന്നു? ഇതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് നിരവധി വാർത്തകളിൽ ഫിലിപ്പീൻസും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. കൂടുതലായും ചൈന അവരുടെ അതിർത്തി കടന്ന് ഫിലിപ്പീൻസിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. ഫിലിപ്പീൻസ് എന്നത് ഒരു സെപ്പറേറ്റ് രാജ്യമാണെങ്കിൽ കൂടി ഇതുവരെ ചൈനയ്ക്കെതിരായി വലുതായൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൈന എന്നത് ഒരു വലിയ മോൺസ്റ്റർ ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ചൈനയെ ഒതുക്കണം, നമ്മുടെ പ്രശ്നങ്ങളിൽ ചൈന ഇടപെടാൻ പാടില്ല എന്ന തീരുമാനം ഫിലിപ്പീൻസ് എടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 2015 റഷ്യയുമായി ചർച്ച നടത്തി അവരുടെ ഒരു ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലായ യാഖോൺ മിസൈൽ വാങ്ങിക്കുന്നത്. ഇത് ചൈനയ്ക്ക് ഒരു ഭാഗത്ത് പ്രശ്നമാണെങ്കിലും ചൈനയ്ക്ക് നന്നായി അറിയാം ഈ മിസൈൽ വെച്ച്, ഈ ആന്റിഷിപ്പ് മിസൈൽ വെച്ച് ചൈനയ്ക്ക് വളരെ വലിയൊരു ഡാമേജ് ഒന്നും ഈ ഫിലിപ്പീൻസിന് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഇത്രയും പ്രശ്നം ഫിലിപ്പീൻസിനുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും അഡ്വാൻസ്ഡ് മിസൈൽസ് അല്ലെങ്കിൽ വെപ്പൺസ് വാങ്ങാമല്ലോ. ചൈനയ്ക്കെതിരാണെങ്കിൽ മറ്റേത് രാജ്യവും കൊടുക്കാൻ തയ്യാറാകുമെന്ന് ചോദിച്ചാൽ ഫിലിപ്പീൻസ് അത്ര ഗ്രോത്ത് ഉള്ള രാജ്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് വളരെ കുറവാണ്. 2024 ഈ വർഷമാണ് ഒരു വർഷം മുഴുവനായുള്ള ഡിഫൻസ് ബഡ്ജറ്റ് $750 മില്യൺ മാറിയത്. സോ ഈ $750 മില്യൺ ആണ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയും മറ്റും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 2015-2010 ഇതിനേക്കാൾ വളരെ കുറവായിരിക്കും അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. പക്ഷേ 2020 ഫിലിപ്പീൻസ് ചൈന പ്രശ്നം വന്നതിന് ശേഷം ഫിലിപ്പീൻസിന് ഒരു കാര്യം മനസ്സിലായി. ചൈന തായ്വാൻ യുദ്ധ നടപടി എന്തെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ചൈന എപ്പോൾ വേണമെങ്കിലും ഫിലിപ്പീൻസിനെതിരായി തിരിയാം. അതുകൊണ്ട് തന്നെ അവരുടെ മിലിറ്ററി ഇംപ്രൂവ് ചെയ്യണമെന്നും പറഞ്ഞ് കുറച്ചായി ഇംപ്രൂവ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ബ്രഹ്മോസ് എന്ന ഒരു തുറുപ്പിച്ചീട്ട് അവർക്ക് കിട്ടുന്നത്. ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈലിനെ കുറിച്ച് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഷോർട്ടായി പറയാം. ഇപ്പോൾ നിലവിലുള്ള അഡ്വാൻസ്ഡ് ആന്റിഷിപ്പ് മിസൈൽ എന്ന് പറയുന്നത് ഈ ബ്രഹ്മോസ് മാത്രമാണ്. ഇപ്പോഴുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും, അതായത് ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും നമുക്ക് ഫയർ ചെയ്ത് വീഴ്ത്താൻ പറ്റില്ല. എങ്ങനെ ഹൈപ്പർസോണിക് മിസൈലിനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഫയർ ചെയ്ത് വീഴ്ത്താൻ പറ്റാതെ വരുന്നോ അതേപോലെ തന്നെ ആന്റിഷിപ്പ് മിസൈൽ കാറ്റഗറിയിലും ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിലും ഈ ഒരു മിസൈലിനെ ആർക്കും ഫയർ ചെയ്ത് വീഴ്ത്താൻ പറ്റില്ല. ഇത് അത്രയ്ക്കും സൂപ്പർ മന്യൂറബിൾ ആന്റിഷിപ്പ് മിസൈൽ എന്ന് പറയാം. ഇതിന്റെ അടുത്ത വേരിയന്റായ മാക് 5, മാക് 6 വേഗതയിൽ പോകുന്ന ഹൈപ്പർസോണിക് മിസൈൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ആന്റിഷിപ്പ് മിസൈൽ ഇപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മിസൈൽ ഇത്രയ്ക്കും പൊട്ടൻഷ്യൽ ആയിരിക്കുന്നത് ഇതിന്റെ വേഗതയുള്ളത് കൊണ്ട് മാത്രമല്ല, ഇതിന്റെ മറ്റു കപ്പാസിറ്റിയും ഉണ്ട്. ഇതിന് മാക്സിമം ഹൈറ്റിൽ ഉയരാനും പറ്റും. അതുപോലെ തന്നെ റഡാറിൽ കുടുങ്ങാത്തതുപോലെ ഉപരിതലത്തിൽ നിന്നും 5 മീറ്റർ മുതൽ 10 മീറ്റർ ഉയരത്തിലും ഇതിന് പറക്കാൻ കഴിയും. ഇങ്ങനെ പറക്കുന്നതിനെ സീ സ്കിമ്മിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. അതായത് കടൽ ഉപരിതലത്തിൽ നിന്നും വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നതാണ് ഈ സീ സ്കിമ്മിംഗ്. അതുകൊണ്ട് തന്നെ ഇത് റഡാറിൽ കുടുങ്ങില്ല എന്ന് പറയാം.
ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഭൂമിയുടെ വക്രത. ബേസിക്കായി റഡാർ തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ദൂരം കഴിയുമ്പോൾ, ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. അതും വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഈ റഡാർ തരംഗങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ ഈ ബ്രഹ്മോസ് മിസൈൽ കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് പറയാം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കപ്പലിനെതിരെ ഈ മിസൈൽ വിക്ഷേപിച്ചാൽ, ഇങ്ങനെ ഒരു മിസൈൽ കപ്പലിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് കപ്പൽ അറിയുന്നത് കപ്പൽ ആക്രമിക്കപ്പെടുന്ന ആ ഒരു സമയത്തിന് 90 സെക്കൻഡ് മുമ്പ് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ 90 സെക്കൻഡിനുള്ളിൽ കപ്പലിലെ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും മിസൈൽ അയച്ചാലും ആ മിസൈൽ അത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കില്ല. കാരണം പ്രത്യാക്രമണത്തിനായി മിസൈൽ വരുന്ന സമയത്ത് ഈ ബ്രഹ്മോസ് മിസൈൽ യെസ് മനോർ ചെയ്യും. യെസ് മനോർ ചെയ്യുമ്പോൾ ഈ വരുന്ന ആക്രമണം നടത്താൻ വരുന്ന മിസൈലിന് ആശയക്കുഴപ്പമുണ്ടാകും. കപ്പലിന്റെ അടുത്തെത്തുമ്പോൾ അതിന്റെ റഡാർ നാവിഗേഷൻ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഇത്രത്തോളം ബ്രഹ്മോസ് എഫിഷ്യന്റ് ആണ്. ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഡെഡ്ലി ആകുന്നത്. ഇതിന്റെ എഫിഷ്യൻസി അധികമായതുകൊണ്ട് തന്നെ 2ൽ പരം മിസൈൽസ്, ഒരു ഫ്രിഗേറ്റ് ആയിക്കോട്ടെ, ഒരു ഡിസ്ട്രോയർ ആയിക്കോട്ടെ, ഒരു കപ്പലായിക്കോട്ടെ, ആ യൂണിറ്റിനെതിരെ അയച്ചു കഴിഞ്ഞാൽ ആ കപ്പലിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 3-4 ബ്രഹ്മോസ് മിസൈൽസ് ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ ഫയർ ചെയ്ത് വീഴ്ത്തിയാലും ബാക്കി 3 അല്ലെങ്കിൽ 2 കൊടുത്തിരിക്കുന്ന ടാർഗറ്റിനെ കൃത്യമായി നശിപ്പിക്കും. ഈ മിസൈൽ ഇത്രയും വേഗതയിൽ പോകുമ്പോൾ കൊടുത്തിരിക്കുന്ന വാർഹെഡ് കുറവാണെങ്കിൽ കൂടി അതിന്റെ കൈനറ്റിക് എനർജി വെച്ച് കൊളാറ്ററൽ ഡാമേജ് ആ കപ്പലിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം കാരണമായി വെച്ചാണ് ഫിലിപ്പീൻസ് $370 മില്യൺ അളവിലുള്ള ഈ കരാറിൽ 2021 ഇന്ത്യയുമായി സൈൻ ചെയ്തത്. ഇതിന്റെ ഫസ്റ്റ് ബാച്ച് ഡെലിവറിയാണ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് ചൈനയ്ക്ക് ഒരു ഭാഗത്ത് വലിയ തലവേദന തന്നെ ഉണ്ടാക്കും. 2023 ഫെബ്രുവരി മാസത്തിൽ തന്നെ ഫിലിപ്പീൻസിൽ നിന്നും 15 പേർ ഇന്ത്യൻ നേവിയുടെ പക്കൽ വന്ന് ഈ മിസൈൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ട്രെയിനിങ് ലഭിച്ചവരെ വെച്ചായിരിക്കും ഫിലിപ്പീൻസ് നേവി ഈ മിസൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. 2016 ശേഷമാണ് മറ്റ് രാജ്യങ്ങൾക്കും ഈ മിസൈൽ കൊടുക്കാമെന്ന ഒരു അഗ്രിമെന്റിൽ റഷ്യയും ഇന്ത്യയും സൈൻ ചെയ്തത്. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്നപ്പോൾ തന്നെ നിരവധി കസ്റ്റമേഴ്സ് അൾജീരിയ, സൗത്ത് കൊറിയ, ഗ്രീസ്, മലേഷ്യ, തായ്ലൻഡ്, ഈജിപ്ത്, സിംഗപ്പൂർ, വെനസ്വേല, UAE, ചിലി, സൗത്ത് ആഫ്രിക്ക, വിയറ്റ്നാം, ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഈ മിസൈൽസ് വേണമെന്ന് ചോദിക്കാൻ ആരംഭിച്ചു. നമ്മൾ ആദ്യമായാണ് നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിന് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. മറ്റ് രാജ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇതുവരെയും എടുത്തിട്ടില്ല. ഈ ഒരു ഡെലിവറി വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാൽ ഇനിയും നിരവധി കസ്റ്റമേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പക്കൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മോസ് ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നതൊക്കെ. കാരണം നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തുറുപ്പുചീട്ട് ഈ ബ്രഹ്മോസ് മിസൈലാണ്. ഇവിടെ ചൈനയ്ക്കെതിരെ ഫിലിപ്പീൻസിനെ വെച്ച് ഇന്ത്യ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി ചൈന ഒരു പോർട്ട് ശ്രീലങ്കയിൽ വെച്ചും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു പോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് വെച്ചും ഇന്ത്യക്ക് വളരെ വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മിലിറ്ററി പർപ്പസിനായാണ്. പക്ഷേ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ഒരു മിലിറ്ററി ഡീലോ അല്ലെങ്കിൽ എഗ്രിമെന്റ്സോ ഇല്ല. ഇവിടെ ഇന്ത്യക്ക് ഒരു ക്ലിയർ ഷോട്ട് അപ്പർ ഹാൻഡ് ആണ് ലഭിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് ചൈന കടലിൽ ഒരു ചെക്ക് വെക്കുന്നത് പോലെ. ഇത് അമേരിക്കയ്ക്കും അനുകൂലമാണ്. തായ്വാൻ ക്രൈസിസ് എപ്പോൾ വേണമെങ്കിലും വരുമെന്ന സാഹചര്യം ഉള്ളപ്പോൾ ഫിലിപ്പീൻസിന് നമ്മുടെ ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈൽ അയച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ചൈന വിചാരിച്ചാൽ അവരുടെ കപ്പൽ മാക്സിമം ഈ ശ്രീലങ്കയിലുള്ള പോർട്ടിൽ എത്തിക്കാം. പക്ഷേ ഇന്ത്യ വിചാരിച്ചാൽ ബ്രഹ്മോസ് മിസൈലിനെ ചൈനയ്ക്കെതിരെ ഫിലിപ്പീൻസിനെ കൊണ്ട് ഉപയോഗിപ്പിക്കാനും പറ്റും. എന്ന് വെച്ച് ഫിലിപ്പീൻസ് ഡയറക്റ്റായി ചൈനയുടെ കപ്പൽ ആക്രമിക്കും അല്ലെങ്കിൽ ചൈനയുമായി യുദ്ധത്തിന് പോകുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു രാജ്യത്ത് ചൈനയ്ക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചൈന അവരുമായി വലുതായി പ്രശ്നമുണ്ടാക്കാൻ പോകില്ല. ഇപ്പോൾ ഈ ബ്രഹ്മോസ് ഫിലിപ്പീൻസിന് മാത്രം കൊടുത്തിരിക്കുന്നത് തന്നെ ചൈനയ്ക്ക് ഒരു തലവേദനയായി മാറിയാൽ ഇനി സൗത്ത് കൊറിയ, തായ്വാൻ, മറ്റ് രാജ്യങ്ങൾ, ചൈനയ്ക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.